എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ, ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഈ ഓഡിയോ ടാപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പല വീടുകളിലും ചെറുതെന്ന് തോന്നുന്നെങ്കിലും ADHD ഉള്ള കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് വളരെ വലിയ ഒരു വെല്ലുവിളിയായിത്തീരുന്ന ഒരു കാര്യമാണ്. വീട്ടിലേക്ക് വരുന്ന അതിഥികൾ കുട്ടിക്ക് മിഠായിയോ ചോക്ലേറ്റോ സമ്മാനമായി നൽകുന്നത്, പ്രത്യേകിച്ച് കുട്ടിക്ക് അത് അനുവദനീയമല്ലാത്ത സാഹചര്യങ്ങളിൽ. പല മാതാപിതാക്കളും ഈ അവസ്ഥയിൽ ഉള്ളിൽ തന്നെ വലിയ സംഘർഷം അനുഭവിക്കും. ഒരു വശത്ത് കുട്ടിയുടെ ആരോഗ്യവും പെരുമാറ്റവും നിയന്ത്രിക്കാനുള്ള ശ്രമം, മറ്റൊരു വശത്ത് അതിഥിയെ വേദനിപ്പിക്കരുത്, മോശമായി സംസാരിക്കരുത് എന്ന സാമൂഹിക സമ്മർദ്ദം. ഇതിൻ്റെ ഇടയിലാണ് പല മാതാപിതാക്കളും തോറ്റുപോകുന്നത്. ആദ്യം ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ADHD ഉള്ള കുട്ടികൾക്ക് മിഠായികളും ചോക്ലേറ്റുകളും വെറും സ്നാക്ക് അല്ല. അതിലെ പഞ്ചസാരയും നിറങ്ങളും ചിലപ്പോൾ അവരുടെ ശ്രദ്ധക്കുറവ്, അശാന്തി, അമിതചലനം, ദേഷ്യം, ഉറക്കപ്രശ്നങ്ങൾ എന്നിവയെ കൂടുതൽ ശക്തമാക്കാം. അതുകൊണ്ട് തന്നെയാണ് ചില കുട്ടികൾക്ക് ഇത് നിയന്ത്രിക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യുന്നത്. പക്ഷേ അതിഥികൾക്ക് ഇത് അറിയണമെന്നില്ല. അവർ വരുന്നത് സ്നേഹത്തോടെയാണ്. കുട്ടിക്ക് സന്തോഷമാകട്ടെ എന്ന ഉദ്ദേശത്തോടെയാണ് മിഠായി അവർ കൊണ്ടുവരുന്നത്. ഇവിടെ പ്രശ്നം ദുഷ്ട ഉദ്ദേശമല്ല, അറിയാത്തത് തന്നെയാണ്. പല മാതാപിതാക്കളും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അവർ അതിഥിയുടെ മുൻപിൽ ഒന്നും പറയാതെ കുട്ടി കഴിച്ച ശേഷം ശാസിക്കും, അല്ലെങ്കിൽ രഹസ്യമായി മിഠായി എടുത്ത് മാറ്റും. ഇതിലൂടെ കുട്ടിക്ക് ഒരു സന്ദേശമാണ് പോകുന്നത്. അമ്മയും അച്ഛനും പറയുന്നത് ഉറപ്പില്ല, പുറത്തുള്ളവർ പറഞ്ഞാൽ നിയമം മാറും. ADHD ഉള്ള കുട്ടികൾക്ക് ഇത് വളരെ കുഴപ്പമുണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. അവർക്ക് സ്ഥിരത അത്യന്തം ആവശ്യമാണ്. ഒരു ദിവസം പാടില്ല, മറ്റൊരു ദിവസം അത് അനുവദിക്കുന്നു. ഇത് കുട്ടിയുടെ നിയന്ത്രണശേഷിയെ പൂർണ്ണമായും തകർക്കും. ഇവിടെ അതിഥികളോട് സംസാരിക്കേണ്ടത് കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ്, പക്ഷേ ശാന്തമായും ബഹുമാനത്തോടെയും. ഉദാഹരണത്തിന്, നമ്മൾ ഇപ്പോൾ മിഠായി ഒഴിവാക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞതാണ്. ഇപ്പോൾ പഞ്ചസാര കുട്ടിക്ക്
ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമ്മൾ മറ്റൊരു സമ്മാനം തന്നെ കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞാൽ അതിഥിക്കും അപമാനം തോന്നില്ല, കുട്ടിക്കും വ്യക്തത ഉണ്ടാകും. ഇവിടെ ഡോക്ടർ പറഞ്ഞു എന്ന വാചകം പലപ്പോഴും വലിയ സഹായമാണ്. അത് മാതാപിതാക്കളുടെ വ്യക്തിപരമായ തീരുമാനമായി അല്ല, കുട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശമായി അതിഥികൾ സ്വീകരിക്കും. ചില അതിഥികൾ ഇതിന് ശേഷവും പറയും, ഒരു ചോക്ലേറ്റ് തന്നെയല്ലേ, ഇതൊന്നും കാര്യമാക്കണ്ട. ഇവിടെ മാതാപിതാക്കൾ ഉറച്ചും ശാന്തമായും പറയണം, ഇപ്പോൾ ഇത് കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുകയാണ്. ഇത് റൂഡല്ല, ഇത് ബൗണ്ടറിയാണ്. ബൗണ്ടറി സ്ഥാപിക്കുന്നത് കുട്ടിക്ക് നൽകുന്ന വലിയൊരു സുരക്ഷയാണ്. ADHD ഉള്ള കുട്ടികൾക്ക് എൻ്റെ അച്ഛനും അമ്മയും എന്നെ സംരക്ഷിക്കുന്നു എന്ന ബോധം ഉണ്ടാകുമ്പോൾ അവരുടെ ആത്മവിശ്വാസം തന്നെ ഉയരും. അതിഥികൾക്കായി മുൻകൂട്ടി ഓൾട്ടർനേറ്റീവ് ഒരുക്കുന്നത് വളരെ നല്ലൊരു മാർഗമാണ്. വീട്ടിൽ ചെറിയ പുസ്തകം, കളിപ്പാട്ടം, സ്റ്റിക്കർ, നിറം കൊള്ളുന്ന പെൻസിൽ, പസിൽ തുടങ്ങിയവ ഉണ്ടെങ്കിൽ ഇതാണ് അവന് ഇഷ്ടം എന്ന് പറഞ്ഞു നൽകാം. ഇതിലൂടെ അതിഥിക്കും സന്തോഷം, കുട്ടിക്കും നിയന്ത്രണം. ഇവിടെ കുട്ടിയെ മുൻകൂട്ടി തയ്യാറാക്കുന്നതും വളരെ പ്രധാനമാണ്. ഇന്ന് അതിഥികൾ വരും, അവർ മിഠായി കൊണ്ടുവരാം, പക്ഷേ അത് നമുക്ക് കഴിക്കാനാകില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞാൽ കുട്ടിക്ക് മാനസികമായി തയ്യാറാകാൻ സമയം ലഭിക്കും. ADHD ഉള്ള കുട്ടികൾക്ക് അപ്രതീക്ഷിത നിരാകരണം ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. കുട്ടിയുടെ മുന്നിൽ അതിഥിയെ കുറ്റപ്പെടുത്തരുത്. അവർ എന്തിനാ ഇങ്ങനെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് തെറ്റായ സന്ദേശം പോകും. പകരം അവർ സ്നേഹത്തോടെയാണ് കൊണ്ടുവന്നത്, പക്ഷേ നമുക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. ഇത് കുട്ടിക്ക് വലിയ ജീവിത പാഠമാണ്. എല്ലാ സ്നേഹവും സ്വീകരിക്കേണ്ടത് അതേ രൂപത്തിൽ തന്നെയാകണമെന്നില്ല. പല മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ മാനേജ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതെ, ഇത് എളുപ്പമല്ല. പ്രത്യേകിച്ച് ADHD ഉള്ള കുട്ടികളോട് ബന്ധപ്പെട്ട് ഫാമിലി മെമ്പേഴ്സിനെയും ഗസ്റ്റിനെയും ഒരേ സമയം ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കും. ഇവിടെയാണ് ശരിയായ ഗൈഡൻസ് അത്യന്തം പ്രാധാന്യമാകുന്നത്. കുട്ടിയുടെ ആവശ്യങ്ങൾ, ADHDയുടെ സ്വഭാവം, സാമൂഹിക സാഹചര്യങ്ങൾ ഇവയെ ബാലൻസ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. ഇത് ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് മാത്രം മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല.
അവസാനമായി ഞാൻ പറയുന്നത് ഇതാണ്: മിഠായിയേക്കാൾ വലിയ സമ്മാനം കുട്ടികൾക്ക് നൽകാൻ കഴിയുന്നത് സ്ഥിരതയും സുരക്ഷയുമാണ്. അത് മാതാപിതാക്കൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. സ്നേഹത്തോടെ പക്ഷെ വ്യക്തമായി, ശാന്തമായി പക്ഷെ ഉറപ്പോടെ. നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യവും വളർച്ചയും ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബലിയാകരുത്. അതിനെ സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ അവകാശവും ഉത്തരവാദിത്തവുമാണ്. കൂടുതൽ പാരന്റിംഗ് ക്ലാസ്സിനും ടിപ്സിനും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി.